വേദിയിലും സദസ്സിലും പരിചയം, ഇഷ്ടം, നിരന്തരമായ വളരെ കാലത്തെ സമ്പർക്കം, അങ്ങനെ പല നിലകളിലും പല രീതിയിലും വളരെ സുപരിചിതരായ ഒരു സംഘമാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. വിളിക്കപ്പെടുന്നത് സാങ്കേതികമായി മാത്രം ചേംബറെന്നും ഫിലിം ചേംബറെന്നും ഒരു ഇൻഡസ്ട്രിയുടെ പ്രധാനമായിട്ടും എനിക്ക് ഈശ്വരാനുഗ്രഹം പോലെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു നിയോഗം പോലെ പെട്രോളിയം ഒരു 34 വർഷത്തെ കലാകാരന്റെ പ്രവർത്തനത്തിലൂടെ കേരളത്തെ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും യോഗ്യമായ ഒരു ലഭ്യത എന്ന നിലയ്ക്ക് ടൂറിസം മിനിസ്ട്രി ഇതെല്ലാം നമുക്ക് പറഞ്ഞ് ചാർത്തിത്തരാനും അത് ഏറ്റുവാങ്ങാനും ഒക്കെയുള്ള ഒരു ഗ്ലോറി എന്ന് പറയുന്നത് ഭയങ്കര സുഖമാണ് പകർന്നു നൽകുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഭാരം, അമിതമായ ഭാരം ഞാനിപ്പോൾ തന്നെ അനുഭവിച്ചറിയുന്ന. അതെന്തുകൊണ്ട് ഭാരമായി തീരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെയും ഡോക്ടർ സഹദുള്ള പറഞ്ഞു, ഇതിന്റെ എല്ലാം കൂടെ ഒരു മെഡിക്കലിന്റെയും കൂടെ കാര്യമൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. വളരെ വിചിത്രമായ കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു. I could have performed 100 times or 1000 times better as remaining as an MP, a simple MP. Would have facilitated smooth operation for Kerala and such other states whom I have promised. എല്ലാ മേഖലയിലും കടന്നു ചെല്ലാൻ പറ്റും, എല്ലാ മിനിസ്റ്റേഴ്സിന്റെ ഓഫീസിൽ കടന്നു ചെല്ലാൻ പറ്റും. നമുക്ക് ഭരണഘടന അനുശാസിക്കുന്ന ചില തത്വങ്ങളുണ്ട്, നിയമങ്ങളൊന്നുമല്ല. ചില ബിഹേവിയറൽ പാറ്റേൺസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മുടക്കാൻ പാടില്ല. ഒരു വകുപ്പ് മന്ത്രിയുടെ അധികാരത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ലഭ്യതകൾക്ക് വേണ്ടി അധികാരത്തിന്റെ ഒരു മന്ത്രി മറ്റൊരു വകുപ്പിന്റെ മന്ത്രി എന്ന നിലയ്ക്ക് അധികാരത്തിന്റെ അതിന്റെ പേരിൽ ഒരു ലീനിയൻസി കൈപ്പറ്റുന്നതിനകത്തുള്ള ഒരു ഔചിത്യക്കുറവെന്ന് പറയുന്നത് വലിയ തലവേദനയാകാൻ പോകുന്ന പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പല പൊതുപരിപാടികളിലും പങ്കെടുത്തപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസുകളിൽ കണ്ട ആൾക്കാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള നിവേദനങ്ങളിൽ എൻ്റെ ഈ 3 ഓഫീസുകൾ വഹിക്കുന്ന 2 മിനിസ്ട്രീസിന്റെ വിഷയങ്ങൾ കഷ്ടിച്ച് 10 എണ്ണമാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. പക്ഷെ ഒരു 150-200 എണ്ണവും വന്നിരിക്കുന്നത് മറ്റ് 10-20 മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു MP എന്ന നിലയ്ക്ക് വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നതിന് വളരെ എളുപ്പമാണ് എല്ലാവരുടെ പോകാൻ. ഈ 2 പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, അതിനെ ഞാൻ ആദരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ്. ഇതിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് മുന്നോട്ടും പല പ്രദേശങ്ങളും ഈ ടൂറിസം എന്ന് പറയുന്ന വകുപ്പുമായുള്ള നിർവഹണത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോയതിനേക്കാൾ കൂടുതൽ പിറകോട്ട് പോയ കാലാവസ്ഥകളും നമുക്ക് ഒരുപക്ഷെ നഷ്ടത്തിന്റെ വക്കിലേക്ക്, ഒരുപക്ഷെ തിരിച്ച് ഒരു റിജുവനേഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ എന്ന് പറയുന്ന തരത്തിൽ മങ്ങലേറ്റ് കാണുന്നുമുണ്ട്. ടൂറിസത്തിന്റെ രുചി ഭേദങ്ങളെന്ന് പറയുന്നതിന് പുതിയ സ്ക്രിപ്റ്റുകൾ രചിക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയ രുചി എന്താണ് നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്നതെന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കും. പെട്രോളിയത്തിന്റെ ഒരു ബ്രീഫിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ നേതാവിന് വൈകുന്നേരം ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചത്, is there any way by which I can get shifted instead of petroleum into the health ministry? He said, no. You have been put there with an intent. Go back, do your job. കഴിഞ്ഞു. അത് കഴിഞ്ഞ്
ഗുരുതുല്യനായിട്ടാണ് ഞാൻ, ഗുരുനാഥനെ പോലെയാണ് ഞാൻ കാണുന്ന ഹർദീപ് സിംഗ് പുരി ജിയെ. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടാണോ അല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഒരു പെർപ്ലക്ഷൻ കണ്ടിട്ടും ആവണം. He came up to me, patted on my shoulder and told me, I am here, don't worry, I'll do your job, go do your films. ഇതൊക്കെ അങ്ങനൊരു ജീവിയാണ്. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ധൈര്യം തന്നിട്ടുള്ളത്. ടൂറിസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നിങ്ങൾക്കെല്ലാം വളരെ അടുത്ത് തോളി കൈയിട്ട് പെരുമാറ്റം ഒരുപക്ഷെ സാധ്യമായിട്ടുള്ള ശ്രീ സുമൻ പിള്ളയാണ് എൻ്റെ കൂടെയുള്ള. അപ്പൊ അതും എനിക്കൊരു ആത്മവിശ്വാസത്തിനുള്ള വക നൽകുന്നുണ്ട്. പക്ഷെ ഈ മറ്റ് വകുപ്പുകളുടെ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ജഗത് പ്രകാശ് നഡ്ഡ ഹെൽത്ത് മിനിസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ മെന്ററാണ്. അപ്പോ അതൊരു എളുപ്പ വഴിയുണ്ട്. എയിംസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ കേരളത്തിന്റെ അടുത്ത മൾട്ടി ഫോൾഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാധ്യമാകുന്ന ഒരു മേജർ മോഡ്യൂളാണ് എയിംസ് എന്ന് പറയുന്നത്. എയിംസ് വരുന്ന പ്രദേശത്തിനെ അധിഷ്ഠിതമാക്കിയിരിക്കും 2 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട പട്ടണങ്ങളുടെ എക്സ്റ്റൻഷൻ ഇൻടു സാറ്റലൈറ്റ് ടൗൺസ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന വിമോചന സമരത്തിന്റെ പ്രത്യാഘാതമേറ്റ ഒരു പട്ടണം, വലിയ ആടയാഭരണമൊക്കെ അണിഞ്ഞ് ഒരുപക്ഷെ തൃശ്ശൂരിൽ മാത്രം കണ്ടിരുന്ന ഗജവീരന്റെ നെറ്റിപ്പട്ടവും തിടമ്പും ഏറ്റി നിൽക്കുന്ന ഗർഭോടെ ഉണ്ടായിരുന്ന ഒരു പട്ടണത്തിന്റെ അധപതനം. എല്ലാ കാലത്തും അങ്ങനെ അധപതിച്ച് കിടക്കാനൊക്കത്തില്ല. പ്രത്യേകിച്ചൊരു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നൊക്കെയുള്ള വീമ്പുള്ളപ്പോ സർവജനമാണ് പ്രധാനം എന്ന ഒരു തത്വം നമ്മുടെ സനാതന ധർമ്മമായാലും ശരി തന്നെ, ഭാരതീയ സംസ്കാരമായാലും ശരി തന്നെ വിളിച്ചോതുന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കി കാണിക്കണമെങ്കിൽ സർവജനത്തെയും നമുക്ക് ഉയർച്ചയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പൊ വകുപ്പ് വിട്ടൊരു പെരുമാറ്റം എന്ന് പറഞ്ഞുകൂടാ. 2015 മുതൽ ശ്രീ നരേന്ദ്രമോദിയും അമിത്ഷാജിയും രാജ്നാഥ് സിംഗ് ജിയും അല്ലാതെ 2015 മുതൽ എനിക്ക് കൂടുതലായി വന്ന കൂട്ടുകെട്ടിൽ ശ്രീ JP നദ്ദ എന്റെ മെന്ററായി മാറി, മെയിൻ മെന്ററായി മാറി. അദ്ദേഹത്തിന്റെ സഹായം അന്ന് മുതൽ ആവശ്യപ്പെടുന്നതാണ് എയിംസിനെ സംബന്ധിച്ച്. പക്ഷെ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ 3 പ്രാവശ്യം കണ്ട് ആവശ്യപ്പെട്ടിട്ടും ഈ ഒരു പ്രദേശത്തിന്റെ പേര് മാത്രം 5 പട്ടണങ്ങളുടെ അല്ലെങ്കിൽ ജില്ലകളുടെ പേര് കൊടുത്തിട്ടും ഈ ഒരു ജില്ല മാത്രം ലിസ്റ്റിൽ ഇതുവരെ വന്നിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നതായിരിക്കും ഒരു പക്ഷേ. എനിക്ക് തൃശ്ശൂരുകാർ ഇങ്ങനൊരു അനുഗ്രഹം തന്നപ്പോൾ ഞാൻ എപ്പോഴും പറയും, it is an apolitical decision, my victory or their decision to make me victorious is 100% an apolitical decision. അതിന് മാനിക്കണമെങ്കിൽ ഞാൻ പ്രാദേശികത എന്ന് പറയുന്നതിന് മുൻതൂക്കം കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ എല്ലാം കോവളത്തിന്, തിരുവനന്തപുരത്തിന് എന്ന് ഞാൻ ഒട്ടുമേ ചിന്തിച്ചുകൂടാ. കോവളത്തിന് ഒരുപക്ഷെ ചില ന്യൂനതകൾ പ്രാദേശികമായി ചില പോക്കറ്റുകളിലൊക്കെ ഇന്റർനാഷണൽ ടൂറിംഗ് കമ്മ്യൂണിറ്റിയുടെ ഇടങ്ങളിൽ അവരുടെ ഗേഹങ്ങളിലൊക്കെ ഒരു ഭയപ്പാട്, amounting to apprehension. അതൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഴുപ്പിലങ്ങാട് എന്ന് പറയുന്നത് കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ എന്നൊരു പക്ഷേ ഇന്ത്യ ടൂറിസം എന്ന് കാണുമ്പോൾ മുഴുപ്പിലങ്ങാട് പൊന്തി വന്നാൽ നമ്മൾ വ്യസനിക്കാൻ പാടില്ല. അതും ഭാരതത്തിന്റെ ഭാഗമാണ്, ഉറപ്പായിട്ടും കേരളത്തിന്റെ ഭാഗമാണ്. അവിടെയും മനുഷ്യരുണ്ട്. അവരുടെ ജീവിത നിലവാരം മാറ്റുന്ന തരത്തിൽ പ്രാദേശികമായി ആ പ്രദേശത്തിനും ഒരു ഗുണം ഉണ്ടാകണം എന്ന് മലയാളി വിചാരിക്കണം. അല്ലേ? തെറ്റുണ്ടോ ഞാൻ അങ്ങനെ കരുതുന്നത്?
അപ്പൊ ഇതെല്ലാം ഈ പുതിയ ടൂറിസം രുചി എന്ന് പറയുന്ന ഒരു പ്ലാറ്ററിലേക്ക് ഒന്ന് കൈപിടിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം തീർച്ചയായിട്ടും പുതിയ ടൂറിസം മിനിസ്ട്രിക്ക് ഉണ്ടാവും. അത് നയിക്കുന്ന ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, അദ്ദേഹത്തിന് ഒരു തീർത്തും പ്രൈം മിനിസ്റ്ററുടെ ഒരു രൂപകൽപ്പനയാണ് ഇപ്പോൾ ഇന്ത്യ ടൂറിസത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹം നമ്മുടെ തന്നെ ഒരു മലയാളം ചാനലിന് പോളിംഗ് ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാം ഘട്ടം കഴിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞതാണ്, ടൂറിസം ഇന്ത്യ മീൻസ് കേരള ടൂറിസം എന്ന് പറഞ്ഞതാണ്. ആ കേരള ടൂറിസത്തോട് തന്നെ ചേർത്ത് വെക്കേണ്ട ഡോക്ടർ സഹദുള്ള പറഞ്ഞതുപോലെ ലക്ഷദ്വീപ്, അതിന്റെ മാസ്റ്റർ പ്ലാൻ ഞാൻ എന്നാണ് അറിയുന്നത്. അവിടുത്തെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഓൾറെഡി സെറ്റ് ചെയ്ത് അതിനുള്ള ഫണ്ടും പ്ലാൻ ചെയ്ത് ആ ഫണ്ട് ആരൊക്കെ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് വരെ നിർദ്ദേശം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആയാലും ശരി തന്നെ അതുപോലെയുള്ള പെട്രോളിയം മിനിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മുഴുവൻ ആ നിർദ്ദേശം സ്ട്രോങ് ആയി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇന്നാണ് ഞാൻ അറിയുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് സിനിമ ഇനിയും ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി തരുന്ന തരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ എൻ്റെ വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ, എൻ്റെ വകുപ്പുകളുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും എന്നെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്ലേസ്മെന്റ് തന്നതിന് തന്നെ ഒരു ഉദ്ദേശം അതായിരിക്കും. കാരണം എനിക്ക് വേറെ ഒന്നും എൻ്റെ വരുമാന മാർഗമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയും ഇല്ല എന്ന് പറയുമ്പോൾ അധ്വാനിച്ച് ജീവിക്കണം. ഇതൊരു വല്ലാത്ത അധ്വാനമായി പോകും. ഓഫീസുകളെല്ലാം സിനിമാ സെറ്റുകളിൽ വരിക, അവിടെ എപ്പോഴും 2 വകുപ്പിന്റെയും ഒരു 3 ഓഫീസേഴ്സിനെ വെച്ച് അവിടെ ഡിപ്ലോയ് ചെയ്യുക, ഒരു കാരവൻ അവർക്ക് വേണ്ടി ഇടുക, അതിന്റെ ചെലവ് പ്രൊഡ്യൂസർ ചുമക്കുക, ഇതൊക്കെ വേണ്ടി വരും. അവരുടെ ഭക്ഷണം, അവരുടെ താമസം, ഇതെല്ലാം. പക്ഷെ എനിക്ക് ഒരു ഉഴപ്പാളിയായി സമ്പാദിച്ച് കുടുംബത്തിന് എന്നെ ആശ്രയിച്ച് ഓരോ ദിവസവും വരുന്ന പുതിയ ആൾക്കാർക്കും എൻ്റെ വരുമാനം എത്തണമെന്ന് പറയുന്ന ഒരു ഹൃദയപരമായ ഒരു നിശ്ചയമുണ്ട്. അതും ഞാൻ തുടർന്ന് കൊണ്ടുപോകുവാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആരോഗ്യം ഇനി സംഭരിക്കേണ്ടി വരും. ആരോഗ്യവും അതിനുള്ള എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇലിയാസ് പറഞ്ഞ പോലെ 2005 നമ്മുടെ തുടക്കം. 98 എൻ്റെ അനിയൻ സുഭാഷ് ഗോപി സഹായിച്ച് അവർക്ക് സ്റ്റുഡിയോ നടത്താനുള്ള വീട് വരെ വാടകയ്ക്ക് എടുത്തു കൊടുത്ത് അവിടുത്തെ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്ത് സൂര്യ TV തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ, മലയാളം ചാനൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് അണിയറ എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ട് വന്ന ഇലിയാസിനെയും ലീഗിനെയുമാണ് എനിക്കറിയാവുന്നത്. 98 അവസാനമാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ 99. എൻ്റെ ലേലം, പത്രം, വാഴുന്നൂർ, പിന്നെ അതിന് മുമ്പുള്ള ഈ പറഞ്ഞ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന ഹാലോ, ഇതെല്ലാം പ്രബലമായി നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കാസർഗോഡ് നിന്ന് ഒരു വലിയ ജാഥ തിരുവനന്തപുരത്ത് ലത്തീൻ സഭ എത്തിയപ്പോൾ അതിനെ നയിക്കാൻ തിരുവനന്തപുരം പട്ടണത്തിന്റെ ഒരു ബോർഡറിൽ നിന്ന് നമ്മൾ കോവളം വരെ പോയതും അന്ന് 4 ഇടവകകളുടെ ലത്തീൻ സഭയുടെ തന്നെ 4 ഇടവകകളുടെ നേതാക്കളെല്ലാം വന്ന്, ആത്മീയ നേതാക്കൾ വന്ന് നമ്മൾ സ്വീകരിച്ച ആ ഒരു കാലവും ഞാൻ ഓർക്കുന്നു. അപ്പോൾ ആ ഫൈറ്റ് ഫോർ വിഴിഞ്ഞം ആക്ച്വലി സ്റ്റാർട്ടഡ് the perfect understanding of the geographical existence of already existing port in വിഴിഞ്ഞം. അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാധ്യതകളുള്ള ഒരു പോർട്ടായി പരിണമിക്കണമെന്ന് പറയുന്ന ഒരു മനസ്സിലാക്കലിൽ നിന്ന് തുടങ്ങിയ സമരത്തിന്റെ പരിസമാപ്തിയാണ് 2015. 2015 ഇത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് നടക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ചൈനയുടെയാണ്, പാകിസ്ഥാന്റെയാണ് എന്ന് പറഞ്ഞ് 2 മുഖ്യമന്ത്രിമാർ ഇവർക്ക് തട്ടിക്കളിച്ചതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ
2014 പ്രധാനമന്ത്രിയെ അന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോയി കണ്ടാവശ്യപ്പെട്ട 17 പോയിന്റ് പ്രോഗ്രാമിൽ 7 എണ്ണമാണ് ഡിസ്കഷൻ എടുത്തത്. അതിലാദ്യത്തത് വിഴിഞ്ഞമാണ്. അങ്ങ് പ്രധാനമന്ത്രിയായി ഇന്ത്യ ഭരിക്കാൻ ഇറങ്ങിയാൽ എനിക്ക് കേരളത്തിന് വേണ്ടി വിഴിഞ്ഞം തരണം, തിരുവനന്തപുരത്ത് എനിക്ക് ഹൈക്കോടതി ബെഞ്ച് തരണം. ഇതെല്ലാം ഒരു അമച്വർ പൊളിറ്റീഷ്യൻ എന്ന് പോലും പറയാൻ ഒരു അമച്വർ സിറ്റിസനെ പോലെയാണ് ഇലക്ഷൻ ഫേസ് ചെയ്യാൻ പോകുന്നയാൾ. അന്നാണ് ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നത്, March 5, 2014. Go check the chronology. ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ അന്ന് പറഞ്ഞു, ഇതെല്ലാം സാധിച്ചു തരികയാണെങ്കിൽ ഞാൻ അങ്ങയുടെ അടിമയായിരിക്കുമെന്ന് പറഞ്ഞതിന് പിന്നെ വന്ന കൊനോട്ടേഷൻസിന്റെ ഒരു എന്താണ് ഒരു സ്ക്രാപ്പിന്റെ ഒക്കെ ലെവലിലേക്ക് അതിനെ കൊണ്ടുപോയത്. വിഴിഞ്ഞം ഒരു രീതിയിലും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഇതിനൊരു പ്രതിവിധിയുണ്ട് എന്നൊരു സൂചന മാത്രമേ എനിക്ക് അന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വെച്ച് 2015 ജനുവരി 14 എനിക്ക് അന്ന് പ്രസംഗിച്ചപ്പോൾ പറയാൻ സാധിച്ചു. അന്ന് വിഷം ചീറ്റുന്ന വർഗീയവാദി എന്ന നിലയ്ക്ക് പോലും ചിത്രീകരിക്കാനുള്ള അങ്ങനെ ഒരു ഒരു ബലി കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ വരെ കൊണ്ട് ചെന്നെത്തിച്ചു. 2015 ഒക്ടോബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിൻ്റെ തുടക്കം കുറിച്ച് വയ്ക്കുന്ന സമയത്ത് എവിടെയും എൻ്റെ പേര് ആരും പറഞ്ഞുമില്ല. അത് ഉമ്മൻചാണ്ടി സാറായാലും അച്യുതാനന്ദൻ സഹാവായാലും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ രഘുചന്ദ്രൻ നായർ നാട് നീളം നടന്ന് പറഞ്ഞു, ഇതിൻ്റെ ഒരു ഫൗണ്ടർ എന്ന ഒരു ടാഗ് ഞാൻ കൊടുക്കുമെങ്കിൽ 3 പേർക്ക് കൊടുക്കും. അതിൽ ലീനുണ്ടാവും, ഇലിയാസ് ഉണ്ടാവും, സുരേഷ് ഗോപി ഉണ്ടാവും എന്നന്ന് പറഞ്ഞ് നടന്നിരുന്നു. പക്ഷേ ഒരു തള്ള സംസ്ഥാനമായതുകൊണ്ട് എല്ലാവരും തള്ളായിട്ട് അത് എടുത്തു എന്ന് എനിക്ക് സംശയം. ഞാൻ അതുകൊണ്ട് തള്ളാനായിട്ട് മുതിർന്ന് മുന്നോട്ട് ഇറങ്ങിയിട്ടുമില്ല. സങ്കടമൊന്നുമില്ല. ദൈവനിശ്ചയം എന്ന് പറയുന്ന ഒന്നുണ്ടാവും. അപ്പൊ എന്റെ വിശ്വാസം വിഴിഞ്ഞം പോർട്ട് ശക്തമായി സ്ഥാപിതമാകുമ്പോൾ, ഓപ്പറേഷണൽ ആവുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ഇൻസ്റ്റലേഷൻ ചടങ്ങുകളായാലും ആ കാലഘട്ടത്തിൽ ഞാൻ തൃശ്ശൂരിലെ ജനങ്ങൾ കേരളത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ബേസിക് ആയിട്ടൊരു MP ആയിട്ട് ഞാൻ വേദിയിലുണ്ടാവും. ഇത് ദൈവം തരുന്ന എന്നെ തരണം. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കൂടുതലൊന്നും പറഞ്ഞ് ഇവിടെ ഇല്ലാത്ത, ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് പേർക്ക് വിഷമം ഞാൻ ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ വളരെ ഇമോഷണലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ വേദനയുമാണ്. ഈ ഒരു കാര്യം കൂടി, ഞാൻ ഇതൊരു ശരിക്കും ഒരു ഫെലിസിറ്റേഷൻ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിലാണ് ഞാൻ ഈ പരിപാടി എടുത്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഇപ്പോഴും സ്റ്റാഫൊന്നും ഫോർമേഷൻ ആയിട്ടില്ല. ഇനിയും ചെന്ന് ബോത്ത് ഓഫ് എഫർമേഷൻ കഴിഞ്ഞിട്ട് വേണം പാനൽ എടുത്ത് അതിനകത്തുനിന്ന് സ്ക്രൂട്ടിനി കഴിഞ്ഞ് എൻ്റെ 20-26 സ്റ്റാഫ് ഉണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം ഇനി തെരഞ്ഞെടുക്കേണ്ടതിന് ശേഷമാണ്. അപ്പോൾ PS-ഉം അഡീഷണൽ PS-ഉം അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് അതിനുള്ള മറുപടി കുറിച്ച് എനിക്ക് തന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വാഗ്ദാനമായിട്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ട് അല്ലെങ്കിൽ സാധ്യതയായിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ തിരിച്ച് അവതരിപ്പിക്കേണ്ടത്. അതിനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമെന്ന് നിലനിൽക്കെ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും സെഗ്മെന്റുകളായി തിരിച്ച് ഒരു 2 മണിക്കൂർ പെട്രോളിയത്തിന് അതതിൻ്റെ ഒരു ഗ്രാവിറ്റി വെച്ചാണ് ഞാൻ പറയുന്നത്. ഒരു 3-4 മണിക്കൂർ ടൂറിസത്തിനുമായിട്ട് നീക്കി വെച്ച് വിവിധ ലെവലിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള അവരുടെ അഭിപ്രായ സമന്വയം, അവർക്ക് തിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് സൊല്യൂഷൻസ് വല്ലതും പറയാനുണ്ടെങ്കിൽ ആ സൊല്യൂഷൻസിനകത്ത് എൻഹാൻസ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് തിരിച്ച് അവതരിപ്പിക്കുന്ന ഒരു സെഷൻ എത്രയും പെട്ടെന്ന്, അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ ദി മൺസൂൺ സെഷൻ, തീർച്ചയായിട്ടും അത് സാധ്യമാക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നു മാത്രം അറിയിക്കുന്നു. മെഥനോളിനെ കുറിച്ച് ഇലിയാസ് പറഞ്ഞു. ഇപ്പൊ എനർജി മിനിസ്ട്രിയുടെ കീഴിലാണെങ്കിലും ഈ മെഥനോളൊക്കെ നമ്മളെ എന്നാ കണ്ടേ
അല്ലെ, എന്നാ ഉണ്ടായേ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ലിഥിയം ഇസ് ഗോയിങ് ടു ടേക്ക് ഓവർ ദ വേൾഡ്. ആ ലിഥിയത്തിന്റെ ഒരു ഡെപ്പോസിറ്റ് അതിന്റെ ശേഖരത്തിന്റെ ഈ 5 ട്രില്യൺ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ 6 or 7 or 8 ഒക്കെ ആവുന്നതിലേക്ക് നമ്മുടെ ലിഥിയം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പുതിയ ഒരു ട്രാൻസ് എനർജി സർക്യൂട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ വലിയ അനുഗ്രഹമായിട്ട് വരും. ഒരു കാലഘട്ടത്തിൽ 1955 ശേഷം ഗൾഫ് മേഖല മിഡിൽ ഈസ്റ്റിനെ എങ്ങനെ ഒരു പുതിയ വേൾഡ് എക്കോണമി എന്ന് പറയുന്ന തരത്തിലേക്ക് പൊന്തിച്ചു കൊണ്ടുവന്നു പോകും. ഭാരതത്തിനെ അങ്ങനെ ഒരു എക്കോണമി ആയിട്ട് മാലയിട്ട് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്നാരും നനച്ചുകൂടാ. ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ അത് എനർജി മിനിസ്ട്രിയുടെ കീഴിലാണ് ഈ പറയുന്ന ടാങ്കർ സ്റ്റോറേജ് ഫെസിലിറ്റി. അതെന്തായാലും വിൽ ബി ഹാപ്പനിങ് ബിക്കോസ് കൊളച്ചൽ ഇസ് ഓൾസോ പാരലലി കമ്മിങ് ആണ്. അപ്പൊ കൊളച്ചൽ പോർട്ടും വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ച് അത് വരും. പക്ഷെ ഒരു കാര്യം ഇവിടെ ആരും പറഞ്ഞില്ല. വെള്ളായണി കായലിനെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്തു. എന്താണ് ഒരു വെസൽ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താണ് അതിനകത്ത് നിന്ന് ഒഴിവാക്കുന്നത്, എന്താണ് പകരം നമ്മൾ നിറച്ചു കൊടുക്കേണ്ടത്? ഫ്യൂവൽ അല്ല, ഇറ്റ്സ് പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ. ഒരു മാസം വരെയൊക്കെ സെയിൽ ചെയ്യാനുള്ള വെള്ളം നിറച്ച് ഇവിടെ നിന്ന് വിടാൻ പറ്റത്തില്ല. നമ്മുടെ പട്ടണത്തെ പൂർണ്ണമായി തൃപ്തരാക്കാനുള്ള വെള്ളം വെള്ളായണി കായലിലില്ല. ഇന്നവിടെ സ്ഥിതി ചെയ്യുന്നതിന്റെ 3 ഇരട്ടി ജല സംഭരണ ശേഷി അതിനുള്ള ജല ഉൽപാദന ശേഷിയും ഉണ്ടാകും. അതിന്റെ നാച്ചുറൽ ഉറവുകളൊക്കെയും മൂടിക്കിടക്കുകയാണ്. സെഡിമെന്റ്സിന്റെ ഡെപ്ത് എത്രയാണെന്ന് ഇതുവരെ പ്രോബ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ പ്രോബിംഗ് നടക്കണം. അപ്പൊ ഇന്നലെ അങ്ങനെയുള്ള ഒരു പ്രോബിന്റെ സയന്റിഫിക് ഇൻവെൻഷനിൽ തന്നെയുള്ള എൻഹാൻസ്ഡ് ഗോ എഹെഡ് ആൻഡ് ഫൈൻഡിങ്സ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ആണ് ഇന്നലെ ISROയിൽ കണ്ടക്ട് ചെയ്തത്. ഉദ്ദേശം മുല്ലപ്പെരിയാറാണ്. അങ്ങനെ ഒരു ഫോട്ടോ വന്നു മുല്ലപ്പെരിയാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഘടനവാദികളെല്ലാം ഇത് തമിഴനെയും മലയാളിയെയും തമ്മിലടിപ്പിക്കാനാണ്. എന്താണിത് കേരളത്തിൽ ഇങ്ങനൊരു മനോഭാവം? മുല്ലപ്പെരിയാർ ഡാം പുതുതായി പണിയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് പോലും തലയിടാൻ പറ്റാത്ത തരത്തിൽ ഒരു ഡാം കമ്മീഷന് സുപ്രീം കോടതി നിയോഗിച്ച് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി അണ്ടർ ദി ക്ലച്ചസ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഒരാൾക്കും അതിനകത്ത് തലയിടാൻ പറ്റില്ല. തലയിട്ട് ഇതിന് കോർട്ടിന് പുറത്തൊരു സമവായം ഉണ്ടാക്കി വരണമെങ്കിൽ അതിന് ശ്രമിക്കേണ്ടത് ശ്രീമാൻ പിണറായി വിജയനും ശ്രീമാൻ സ്റ്റാലിനുമാണ്. അവർ രണ്ടുപേരും മറ്റ് പല കാര്യങ്ങളിലും ഒക്കുമെങ്കിലും ഇതിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടൊക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടത് അവരെയാണ്. അവരെ ഭയക്കേണ്ടത് നിങ്ങൾ തമ്മിൽ അടുപ്പിച്ച് ഇത് സാധിക്കൂ, ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ച് ചോര ചിന്തി ഇത് സാധിക്കൂ എന്ന് പറയുന്ന രാഷ്ട്രീയ നിശ്ചയത്തെ നിങ്ങൾ ഭയക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയനും ശ്രീ സ്റ്റാലിനും ഒത്തൊരുമിച്ചിരുന്ന് അഡ്മിനിസ്ട്രേഷനിലായിട്ട് ഒരു ദൃഢമായ തീരുമാനമെടുത്താൽ ഈ പറയുന്ന നമ്മുടെ 4 ജില്ലകളെയും അവിടുത്തെ വ്യക്തികളുടെയും ആ ഒരു സാന്നിധ്യ സമ്പന്നത കൊണ്ട് കണ്ണീരൊഴിക്കപ്പെട്ട് കത്തിപ്പോകാതെ നമ്മുടെ ഒരു സമ്പുഷ്ടിയിലേക്ക് അവരുടെ നിലനിൽപ്പ് ഉറപ്പിക്കുന്ന തരത്തിൽ ഇതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വിൽ ബിക്കം സോ വെരി ഈസി. ഇവരെന്താ അമാന്തിക്കുന്നതെന്ന് മനസ്സിലാവും. ഇപ്പോൾ അത് ഈ ഡാം കമ്മീഷനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കും. നമുക്ക് വെള്ളം വേണ്ടെന്ന് പറഞ്ഞു, അതിൽ നിന്നുള്ള കറണ്ട് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലത്തെ ചർച്ചയിൽ ഇതൊന്നുമല്ല വിഷയം. വന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി, നമ്മൾ ഡാമിലേക്കല്ല പോകുന്നത്, ഡാം ഒരു അപകടമായി പോസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. അതും ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരമുണ്ടോ അല്ലെങ്കിൽ അത് സത്യസന്ധമാണോ? ആ സത്യസന്ധതയെ വക്രീകരിക്കാൻ
ശ്രമിക്കുന്ന കൂട്ടമുണ്ടോ? ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഡെബക്കിൾ എന്ന് പറയുന്നത് സംഭവിക്കുന്ന പശ്ചാത്തലത്തിൽ ജീവനാശം സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാനുള്ള സിമുലേഷൻ ഇസ് ഓൾറെഡി ഡൺ. എസ്കേപ്പ് മെക്കാനിസം, ഇവാക്യുവേഷൻ ഓപ്പറേഷൻ, അതിന്റെ സിമുലേഷൻ ഇസ് ഓൾറെഡി ഡൺ. പക്ഷെ അത് എത്തിയിരിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇനി ഇൻവെസ്റ്റേഴ്സിനെ വേണം അതിലേക്ക്. എന്തുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ നോക്കേണ്ടി വരുന്നത്? ഈ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി നേതാക്കൾ ഒത്തൊരുമിക്കുന്നില്ല. ആ ട്രാൻസ്ഫോർമേഷൻ നടന്നാൽ ഈ ചെലവുകളൊന്നും വേണ്ട. വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് പറയുന്നത്. ഇപ്പൊ ഈ ഡാമിനടിയിലെ സെഡിമെന്റ്സിന്റെ ഓരോ ഡാമിലെയും, കേരളത്തിലെ എല്ലാ ഡാമും നമ്മൾ കണ്ടതാണ്, വെള്ളം വമിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യനെ മുക്കിക്കൊന്നത് അല്ലെങ്കിൽ അവന്റെ സ്വത്തിന് നാശമുണ്ടാക്കിയത് ചെളിയാണ്, മണ്ണാണ്. 60 to 65% of the catchment area has sediments to the tune of 65%. ഡാം എന്തിനാണ് ഉണ്ടാക്കുന്നത്? ചെളി സ്റ്റോർ ചെയ്യാനാണ്. ഇറോഷൻ വഴി വന്ന സോയിൽ മുഴുവൻ സ്റ്റാക്ക് ചെയ്യാനാണ്. നോ, the first to the last drop should be water and only water. ഒരു grain of soil is not the place. Dam is not the place for a grain of soil. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ കുമ്പാരികൾക്ക് ഇന്ന് വയലേലകളിൽ ചെന്ന് ചെളിയെടുക്കാൻ പറ്റുന്നില്ല. ഈ ചെളി അതിന് ഉപയോഗ യോഗ്യമാണോ? ആ ഒരു ഇൻഡസ്ട്രി എവിടെ പോകണം? ടൈൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എവിടെ പോകണം? അതിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രസ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകണം. IAS വരെ പഠിക്കുന്ന മക്കളുള്ള കുടുംബത്തിലെ ബ്രെഡ് ഏർണർ എന്ന് പറയുന്നത് ടൈൽ ഫാക്ടറിയിലെ വർക്കറാണ്. സോഷ്യൽ സിറ്റുവേഷൻ, ഇതെല്ലാം ഒരു മുതലാളിയല്ല, ആ മുതലാളിയെ പഴി പറയുന്ന ഒരു വിമർശക സമൂഹമുണ്ടല്ലോ. They have to be more focused and run after truth, not deflect truth. അത് വളരെ വിപുലമായിട്ട് കേരളത്തിൽ നടക്കുകയാണ്. മറ്റു ഭാഗങ്ങളെ ഞാൻ പറയത്തില്ല, കാരണം ഞാൻ മലയാളിയാണ്, എനിക്കറിയാം കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്. ഇന്നലത്തെ ഈ എപ്പിസോഡിനെ ചൊല്ലി വന്ന ഒരു കമന്ററി ഞാൻ നടത്തിയപ്പോഴും കണ്ടതാണ്. മ്ലേച്ഛം അല്ലാതെ ഒന്നും പറയാനില്ല. അപകടം ഉണ്ടാകുന്ന തരുണത്തിൽ എങ്ങനെ മാക്സിമം കാഷ്വാലിറ്റി കുറയ്ക്കാം, ഡേഞ്ചറിന്റെ ആഘാതം എത്ര കുറയ്ക്കാം, അതുവഴി ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ലോക സമൂഹത്തിനെ എങ്ങനെ നമുക്ക് തലോടാം, അതിന്റെ അന്വേഷണമാണ് നടത്തിയത്. തമിഴിനെ നമുക്ക് വേണം, കന്നഡികനെ നമുക്ക് വേണം, മലയാളി അവരെ ചേർത്ത് പിടിക്കണം. അങ്ങനെ മുന്നോട്ട് പോകാനൊക്കും. അതിനൊരു സംവിധാനം ഉറപ്പായിട്ടും അവിടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട ആൾക്കാർക്ക് ആത്മശുദ്ധി ഉണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണം. അത് ഏത് മാർഗത്തിലൂടെയായി. ഞാൻ അധികം ഇനിയും സംസാരിക്കുന്നില്ല. ഈ സ്റ്റോറേജ് ഫെസിലിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു നമ്മുടെ ഗെയിൽ പൈപ്പ് പോലെ തന്നെ ഇനി ഒരു പൈപ്പ് ലൈൻ വന്നാലും ഇനി ഇതിനേക്കാളൊക്കെ പ്രധാനം 2026 പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്കിലും 2025 അവസാനത്തോടു കൂടിയെങ്കിലും നാഷണൽ ഹൈവേയുടെ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ഉപയോഗയോഗ്യമായി, അതിന്റെ ഒരു ഫുൾനെസ്സിലല്ല, യോഗ്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അവസ്ഥയിലെത്തിയാൽ ഇതിനെല്ലാം ഈസിങ് ഉണ്ടാകും. നമ്പർ ഓഫ് ആക്സിഡൻസ് എന്ന് പറയുന്നത് ഈ കൺസ്ട്രക്ഷനിൽ ഉണ്ടായിട്ടുള്ള കുഴപ്പങ്ങൾ മാത്രമാണ് ഇപ്പോഴും ആക്സിഡൻസിന്റെ എണ്ണം കൂട്ടിക്കുന്നത്. പക്ഷെ ഒരു ഈസ് ഓൺ റോഡ്സ് എന്ന് പറയുന്ന ഫിനോമിനൻ വിൽ ബി വെരി ലോ. അതങ്ങനെ വരും. റെയിലിനെ സംബന്ധിച്ച് ഞാൻ പെട്രോളിയത്തിനെ കുറിച്ചും ടൂറിസത്തിനെ കുറിച്ചും ഒന്നും പറഞ്ഞില്ല, എല്ലാം മറ്റ് വകുപ്പുകളെ കുറിച്ചാണ്. റെയിലിനെ സംബന്ധിച്ച് നമ്മുടെ സ്ഥലമെടുപ്പ് വീതി കൂട്ടാനായിട്ട് തന്നു 2 ലൈനൂടെ അഡീഷണൽ വന്നാൽ മാത്രമേ ഇനി ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും നമുക്കിവിടെ നിന്ന് ട്രെയിനൊന്നും തന്നില്ല എന്ന് പറയാതിരിക്കണമെങ്കിൽ വീതി കൂട്ടി തന്നേ മതിയാകും. സർക്കാരിന്റെ കയ്യിൽ കാശില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
കരപിരിവ് മാത്രമല്ല, മണി ജനറേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കണം. ഇൻവെസ്റ്റേഴ്സിന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വഴി കേരളത്തിൽ എത്ര വന്നു എന്ന് അന്വേഷിക്കുക. ഐ തിങ്ക് ഇറ്റ് ഇസ് ഹാർഡ്ലി 10 or 12 crores. ഇന്ത്യയിലെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അന്വേഷിക്കുക. Divert your focus onto the statistics. Find out. You'll be ashamed. അപ്പോൾ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ബിൽഡർ ഹാസ് ടു ബി ഗിവൺ കെയർ, അറ്റ്മോസ്റ്റ് കെയർ. നമുക്ക് ആന്തൂർ സാജനെയും അഞ്ചലിലെയും ചെങ്ങന്നൂരിലെയും വർക്ക്ഷോപ്പ് ഓണേഴ്സിനെയൊക്കെയാണ് നമുക്ക് മോഡൽസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ആത്മഹത്യ ചെയ്തവർ. ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പെരിഫറൽ ഇൻഡയറക്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. നജീബ്, ഐ എം ടെല്ലിംഗ് യു, മൾട്ടിഫോൾഡ്. ലക്ഷമാണോ എന്ന് പറയാൻ ഒക്കത്തില്ല, എത്ര ലക്ഷമെന്ന് പോലും പറയാൻ ഒക്കത്തില്ല. പഞ്ചറൊട്ടിക്കുന്ന തൊഴിലിൽ ഏർപ്പെടുന്ന ആളിന് എന്താണ് ടയർ റീട്രേഡിങ്, ആക്സിൽ പോകും. ലോഡ് ബെയറിംഗ് എന്ന് പറയുന്ന ആക്സിലാണ് ഇതിന്റെ മുഴുവൻ ലോഡും ചെല്ലുന്നത്. അത് ഈ ഹൈവേയിൽ മുഴുവൻ മംഗലാപുരം തൊട്ട് ഏതാണ്ട് കന്യാകുമാരി വരെയുമുള്ള ഒരു അസിസ്റ്റൻസ്, റോഡ് അസിസ്റ്റൻസ്. ഇതിന് എത്ര പേർക്കാണ് ജോലി കിട്ടാൻ പോകുന്നത്? ഈ കൊണ്ടുപോകുന്ന ആൾക്കാർക്കും അതിനകത്ത് പോകുന്ന ആൾക്കാർക്കും ഇതിനു വേണ്ടി കെയറിന് വേണ്ടി നിൽക്കുന്ന അസിസ്റ്റ് രംഗത്തുള്ള ആൾക്കാർക്കും ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിന് റോഡ് സൈഡ് ഫുഡ് വെൻഡിങ് ഷോപ്സ്, അവിടെ എത്ര പേർക്കാണ് ജോലി കിട്ടാൻ പോകുന്നത്? ലോജിസ്റ്റിക്സിന് വേണ്ടി വരുന്നതിൽ എത്ര പേർക്കാണ് ജോലി കിട്ടാൻ പോകുന്നത്? കൂടുതൽ വണ്ടികൾ വരുന്നു. അപ്പോ ഇത് നമുക്ക് അളക്കാൻ പറ്റാത്ത തരത്തിൽ ഒരുപക്ഷെ ഒരു 10 ലക്ഷം പേർക്ക് ജോലി എന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറിയും പറയുന്നുണ്ടെങ്കിൽ സാക്ഷാത്കാരം ഇതിലൂടെ സംഭവിക്കും, എയിംസിലൂടെ സംഭവിക്കും. ടൂറിസം രംഗത്തെ പുതിയ രുചി അവതരിപ്പിക്കുന്നതിൽ കേരളത്തിന് രാഷ്ട്രീയ മനോഭാവ മാറ്റം വരുത്തി ഒത്തുചേരാം നല്ല വഴിക്ക് എന്ന് പറയുന്ന ചിന്താഗതി ഇവിടെ ഉണ്ടായി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വെറും കരം തിരിക്കുന്ന ഒരു സർക്കാരായി അവശേഷിക്കില്ല. സ്ഥലമെടുക്കാൻ മാത്രമല്ല, സ്വന്തമായിട്ട് റെയിൽവേ പണിയാനും ഒക്കെയുള്ള കാശ് സർക്കാരിന് ഉണ്ടാവും. ആ അറ്റ്മോസ്ഫിയർ ഇവിടെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും വിമർശനാത്മകമായിട്ട് പറഞ്ഞതല്ല, സ്ഥിതി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. അതില് നെല്ലും പതിരും കല്ലും കട്ടയും ഒക്കെ നിങ്ങൾക്ക് ചികഞ്ഞ് മാറ്റിയെടുക്കാം. അങ്ങനെ മാറ്റിയെടുക്കപ്പെടുന്ന ഒരു സ്വർണ്ണ കൂമ്പാരം നമുക്ക് നമ്മുടെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ചേർക്കാനുള്ള ശ്രമം നടത്തുന്നതിന് നിങ്ങളോടൊപ്പം ഞാൻ എന്നുണ്ടാവും, നിങ്ങളുടെ മുന്നിലുണ്ടാവും. കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും നയിക്കുന്ന നന്മയിലേക്ക് മാത്രം അറിയിച്ചുകൊണ്ട് തന്ന സ്നേഹത്തിന്, ആവേശത്തിന്, സ്വീകരണത്തിന്, അർപ്പിച്ച വിശ്വാസത്തിന് എല്ലാറ്റിനും ഒരുപാട് നന്ദി, സ്നേഹം, നമസ്കാരം.